മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഉടൻ ഔദ്യോഗിക വസതി ഒഴിയും. സെപ്റ്റംബർ 9-ാം തീയതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. ജഗദീപ് ധൻഖറിന് ഇതുവരെ മുൻ ഉപരാഷ്ട്രപതിമാർക്കുള്ള ഔദ്യോഗിക വസതി അനുവദിച്ചിട്ടില്ല എന്ന് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ അറിയിക്കുന്നു. ബൽറാം നെടുങ്ങാടി ഈ വിശദാംശങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. വീണ്ടും ബൽറാം, പറയൂ. എസ്.കെ.എൻ. മുൻ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറിന്റെ രാജിയുമായി ബന്ധപ്പെട്ടുള്ള അഭ്യൂഹങ്ങൾ അത് ഇപ്പോഴും അതുപോലെ തന്നെ തുടരുകയാണ്. അദ്ദേഹത്തെക്കുറിച്ച് യാതൊരു വിവരവുമില്ല എന്നും അദ്ദേഹത്തിനെ കുറിച്ച് വിവരങ്ങൾ ലഭിക്കുന്നതിനായി നിയമപരമായ നീക്കങ്ങൾ ആരംഭിക്കുമെന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കൾ പലതവണ പ്രതികരിച്ചിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹം പാർലമെന്റ് കോംപ്ലക്സിന് സമീപം ചർച്ച് റോഡിലുള്ള ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഇന്നും നാളെയുമായി ഒഴിയും. അദ്ദേഹത്തിന് ഇതുവരെയും മുൻ ഉപരാഷ്ട്രപതിമാർക്കുള്ള ഔദ്യോഗിക വസതി അനുവദിച്ചിട്ടില്ല. മുൻ ഉപരാഷ്ട്രപതിമാർക്ക്, ഒപ്പം തന്നെ മുൻ പ്രധാനമന്ത്രിമാർക്ക്, മുൻ രാഷ്ട്രപതിമാർ എന്നിവർക്ക് ടൈപ്പ് 8 ബംഗ്ലാവ് അനുവദിക്കാറുണ്ട് സാധാരണ നിലയിൽ കേന്ദ്ര നഗരവികസന മന്ത്രാലയം. എന്നാൽ ജഗദീപ് ധൻഖറിന്റെ കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല. അദ്ദേഹം രാജിവെച്ച് 1 മാസം പിന്നിട്ടിരിക്കുന്നു. എങ്കിൽ പോലും അദ്ദേഹം ഈ ഭവനത്തിന് വേണ്ടി അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ വസതി സന്ദർശിക്കുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും വസതിയുടെ കാര്യത്തിൽ ഇതുവരെയും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഉടൻ തന്നെ മറ്റൊരു സ്വകാര്യ വസതിയിലേക്കാണ് അദ്ദേഹം മാറുന്നത്. ഛത്തർപൂർ എൻക്ലേവിലുള്ള ഒരു സ്വകാര്യ വസതിയിലേക്ക് അദ്ദേഹം താമസം മാറുന്നു. പ്രത്യേകിച്ചും ഈ സെപ്റ്റംബർ 9-ന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുകയും പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ ഒരു നീക്കമുണ്ടാകുന്നത്. 3 മാസത്തോളം സമയം ഇനിയും എടുത്തേക്കും അദ്ദേഹത്തിന് ഔദ്യോഗിക വസതി അനുവദിക്കാൻ എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സാധാരണ നിലയിൽ ഒരു രാഷ്ട്രപതി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയോ പ്രധാനമന്ത്രിയോ സ്ഥാനമൊഴിഞ്ഞാൽ ഉടൻ തന്നെ അവരുടെ ഇരുന്ന പദവി പരിഗണിച്ചുകൊണ്ട് ഉടൻ തന്നെ ടൈപ്പ് 8 വിഭാഗത്തിലുള്ള ബംഗ്ലാവ് അനുവദിക്കാറുണ്ട്. എങ്കിൽ പോലും ജഗദീപ് ധൻഖറിന് അത് അനുവദിച്ചിട്ടില്ല. അദ്ദേഹം മുൻ MLA എന്ന നിലയിൽ രാജസ്ഥാൻ നിയമസഭയിൽ പെൻഷനുള്ള അപേക്ഷ ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. എസ്.കെ.എൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.